UDF-നും LDF-നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ എതിരാളികൾ ഒരിക്കൽ കൂടി മുഖാമുഖം വരുന്ന മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. മന്ത്രി ആർ ബിന്ദു പ്രതിനിധീകരിക്കുന്ന മണ്ഡലം പിടിച്ചെടുക്കാൻ തോമസ് ഉണ്ണിയാടനെ വീണ്ടും UDF കളത്തിലിറക്കിയിരിക്കുന്നു. സന്തോഷ് ചെറാക്കുളമാണ് NDA സ്ഥാനാർത്ഥി. UDF-ന് ശക്തമായ അടിത്തറയുണ്ടെന്ന് പറയുമ്പോഴും ഇടത്തോട്ട് ചായാൻ ഇരിങ്ങാലക്കുടയ്ക്കൊരു മടിയുമില്ല. 2001 മുതലുള്ള 3 തെരഞ്ഞെടുപ്പുകളിൽ UDF-ലെ തോമസ് ഉണ്ണിയാടന് കൈകൊടുത്ത മണ്ഡലം 2016-ൽ അദ്ദേഹത്തെ കൈവിട്ടു. 2711 വോട്ടിന് ഉണ്ണിയാടനെ വീഴ്ത്തി CPM-ലെ KU അരുണൻ ചെങ്കൊടി ഉയർത്തി. 2021-ൽ അരുണൻ മാറി ആർ ബിന്ദു സ്ഥാനാർത്ഥിയായി. തോമസ് ഉണ്ണിയാടൻ തന്നെ എതിരാളി. 5949 വോട്ടിന് ജയിച്ച് നിയമസഭയിലെത്തിയ ആർ ബിന്ദു രണ്ടാം പിണറായി സർക്കാരിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമായി. ഇത്തവണയും ആർ ബിന്ദുവിനെ തന്നെ രംഗത്തിറക്കി മണ്ഡലം നിലനിർത്താമെന്നാണ് ഇടതു പ്രതീക്ഷ. വികസന നേട്ടങ്ങളാണ് ആത്മവിശ്വാസം. ഭരണവിരുദ്ധ വികാരമെന്ന എതിരാളികളുടെ പ്രചരണത്തെയും തള്ളിക്കളയുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം വളരെ സുസ്ഥിരമായ നിലയിൽ തന്നെ നമ്മൾ ലക്ഷ്യം വെച്ച എല്ലാ വികസന പദ്ധതികളും ഒന്നൊന്നായി നടപ്പാക്കിക്കൊണ്ട് പ്രകടന പത്രികയിൽ അക്കമിട്ട് പറഞ്ഞ എല്ലാം പൂർത്തീകരിച്ച് പ്രോഗ്രസ് കാർഡ് പ്രസിദ്ധീകരിച്ച ഒരു ഗവൺമെന്റാണിത്. കഴിഞ്ഞ 6 തവണയും തോമസ് ഉണ്ണിയാടനായിരുന്നു UDF സ്ഥാനാർത്ഥി. 3 ജയവും 3 തോൽവിയും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലുണ്ട്. ഇത്തവണ കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കണമെന്ന് പ്രാദേശികമായ ആവശ്യമുയർന്നെങ്കിലും UDF സംസ്ഥാന നേതൃത്വം ഗൗനിച്ചില്ല. UDF-ൽ ഒരസ്വാരസ്യവുമില്ലെന്ന് സ്ഥാനാർത്ഥി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. താൻ MLA ആയിരിക്കുമ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇരിങ്ങാലക്കുടയെ രാജ്യം ശ്രദ്ധിക്കുന്ന നിയമസഭാ മണ്ഡലമാക്കി മാറ്റിയത് ജനങ്ങൾ മറക്കില്ലെന്നും തോമസ് ഉണ്ണിയാടൻ പറയുന്നു. സമ്പൂർണ്ണ വൈദ്യീകരണം ഇന്ത്യയിലെങ്ങും ഇല്ലാതെ ഇപ്പോൾ ഇരിങ്ങാലക്കുട നടപ്പിലാക്കുകയുണ്ടായി. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം കേരളത്തിലെങ്ങും ഇല്ലാതിരുന്ന സമയത്ത് അത് നമുക്ക് ഇരിങ്ങാലക്കുടയിൽ നടപ്പിലാക്കി കൊടുക്കാനായിട്ട് കഴിഞ്ഞു. എന്താണ് കേരളം നാളെ ചിന്തിക്കുന്നത്, അത് ഇന്ന് ഇരിങ്ങാലക്കുട ചിന്തിച്ചു. അന്ന് എന്താണ് ഇന്ത്യ നാളെ ചിന്തിക്കുന്നത്, അത് ഇരിങ്ങാലക്കുട ഇന്ന് ചിന്തിച്ചു. സംസ്ഥാന സമിതി അംഗം സന്തോഷ് ചെറാക്കുളം BJP പ്രതീക്ഷകൾക്ക് തിളക്കം നൽകുന്നു. 2011-ൽ 6672 വോട്ട് മാത്രമുണ്ടായിരുന്ന NDAയെ 2016-ൽ 30,420 വോട്ടിലേക്ക് ഉയർത്തിയത് അന്ന് മത്സരിച്ച സന്തോഷ് ചെറാക്കുളമായിരുന്നു. കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി ജേക്കബ് തോമസ് 34,329 വോട്ട് നേടിയിരുന്നു. ഇപ്പോൾ വിജയിക്കുക എന്നുള്ള ലക്ഷ്യം അത് മാത്രമേ NDAക്കുള്ളൂ. പഴയ പോലെ വോട്ട് കൂട്ടുക, അല്ലെങ്കിൽ ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് വോട്ട് കൂട്ടുക, അല്ലെങ്കിൽ മത്സരിക്കുക എന്നുള്ള ഉദ്ദേശമല്ല. ഇന്ന് A ക്ലാസ് മണ്ഡലങ്ങളിലെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA സഖ്യം ജയിക്കുമെന്നുള്ളതിൽ സംശയമില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് വലിയ പോറലേൽക്കാത്ത മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. മുരിയാട്, വേളൂക്കര, പൂമംഗലം, പടിയൂർ, കാട്ടൂർ, കാറളം പഞ്ചായത്തുകൾ LDF നിലനിർത്തി. എന്നാൽ ആളൂർ പഞ്ചായത്ത് പിടിച്ചെടുത്ത UDF ഇരിങ്ങാലക്കുട നഗരസഭാ ഭരണം നിലനിർത്തുകയും ചെയ്തു. ഇരിങ്ങാലക്കുടയിൽ ഇഴപിരിച്ചെടുക്കേണ്ട ചില വിജയസൂത്രവാക്യങ്ങളുണ്ട്. ആ ഗണിതശാസ്ത്ര സമസ്യകളിൽ തലപുകയ്ക്കുകയാണ് മുന്നണി നേതൃത്വം. ഇരിങ്ങാലക്കുടയിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം KB ലിബീഷ്, TCV.